ഈ കോവിഡ് വന്ന് മരിച്ചുപോയവരുണ്ട്. 3000-ഓളം ആളുകൾ മലയാള മണ്ണിലില്ല. അവരെങ്ങനെ മരിച്ചു? പണ്ടൊക്കെ നമ്മൾ വാള് പറയുമ്പോൾ പറയും, എത്ര സമ്പാദിച്ചാലും 3 കഫൻ തുണിയെ ബാക്കിയുണ്ടാവും. ഇപ്പം 3 കഫൻ തുണിയില്ല. കോവിഡ് പോസിറ്റീവായി മരിച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ആരോഗ്യവകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നാൽ അങ്ങനെ തന്നെ കബറടക്കിയ മയ്യത്തുകൾ എത്രയുണ്ട്? കോടീശ്വരന്മാർ. ഈ ജീവിതത്തിൻ്റെ അർത്ഥരഹിതമായ ഈ ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടിക്കോളൂ. കോടീശ്വരന്മാർ അവരെ കബറടക്കിയത് ആദ്യകാലത്തൊക്കെ കോവിഡ് വല്ലാതെ പേടിപ്പിച്ച സമയത്ത് പ്ലാസ്റ്റിക് ബാഗുകളിൽ കെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ തന്നെ കബറടക്കിയ മയ്യത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ മണിമാളികയിൽ കിടന്നവരാണ്. അവർ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞവരാണ്. അവരുടെ അലമാരകളിൽ അലൻസോലിയും ലൂയി ഫിലിപ്പും ഒക്കെ ഇങ്ങനെ അടുക്കിയിരിക്കുമ്പോഴും അന്ത്യയാത്രയിൽ ഒരു മുഴം തുണി പോലും അവർക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിന്നീട് സന്നദ്ധ പ്രവർത്തകർ മുമ്പോട്ട് വരികയും ഇസ്ലാമികമായി മരിക്കുന്ന ഒരാളെ മയ്യത്തടക്കണമെന്ന് നിഷ്കർഷിക്കുകയും ഭയമൊക്കെ മാറി നിൽക്കുകയും ചെയ്തപ്പോ എന്നിട്ടും ആരോഗ്യവകുപ്പ് പറഞ്ഞു ആ ഇട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാറ്റാൻ പാടില്ല. പിന്നീട് അവർ ആ പ്ലാസ്റ്റിക്കിന് മുകളിൽ 2 തുണിയും കൂടി പൊതിഞ്ഞ് പ്ലാസ്റ്റിക്കിനെ 3ാമത്തെ തുണിയായി സങ്കല്പിച്ച് മയ്യത്തടക്കിയെന്ന് മിനിങ്ങാന്നൊരു ചെറുപ്പക്കാരൻ ആലപ്പുഴയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ SKSSF പ്രവർത്തകരാണ് 130 മയ്യത്തുകളാണ് അവർ അവിടെ പരിപാലിച്ചത്. അവരെന്നോട് പറഞ്ഞു, അതിലൊരു ചെറുപ്പക്കാരൻ പ്ലാസ്റ്റിക് കവറിനെ ഒരു തുണിയായി പരിഗണിച്ച് ബാക്കി 2 തുണികൾ ചേർത്ത് വെച്ച് കബറടക്കേണ്ടി വന്നിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്? എവിടെ? ഒന്നുമില്ല. അതുകൊണ്ട് ഈ കോവിഡ് നമ്മോട് പറഞ്ഞത് 3 കഫൻ തുണി പോലും റബ്ബ് തീരുമാനിച്ചാൽ നിനക്ക് സ്വന്തമാവില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് ഈ സൂക്ഷ്മമായ രോഗാണു വന്നത്. അതുകൊണ്ട് 3 വെള്ളത്തുണി പോലും സ്വന്തമല്ലാത്ത ലോകത്ത് തിരുത്തി പറയേണ്ടി വന്നു. ഇതിനു മുമ്പൊക്കെ ചരിത്രം ലോകമഹായുദ്ധത്തിന് മുമ്പ്, ലോകമഹായുദ്ധത്തിന് ശേഷമെന്നാണ്. ഇനി വരുന്ന ഒരു തലമുറ ഇങ്ങനെ പറയും, കോവിഡിന് മുമ്പ്, കോവിഡിന് ശേഷം. അത്രമേൽ മനുഷ്യ ജീവിതത്തെ ഇത് ബാധിച്ചിട്ടുണ്ട്. നീ ഉണ്ടാക്കി വെക്കുന്ന 3 കഫൻ തുണി പോലും നിനക്ക് ഉതകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നവരോട് ആടിത്തിമിർക്കുന്ന ലഹരിയുടെ ലോകത്ത് ഞാൻ ഓർമ്മിപ്പിക്കാൻ, ഇവിടെ ധാരാളം ഹാഫിളീങ്ങളായ കുട്ടികളുണ്ട്. ഈ വർഷത്തെ നമ്മുടെ പുതിയ അഡ്മിഷന് വേണ്ടി വരുന്ന കുട്ടികളുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ വരുമ്പോൾ, ആലിമീങ്ങളാക്കാൻ ഹംദാൻ ഫൗണ്ടേഷനിൽ വരുമ്പോൾ, അവരെ ഇവിടെ ചേർത്തിട്ട് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും തിരിച്ചു പോകുമ്പോൾ ആ സമയത്തൊക്കെ 100 കണക്കിന് ഉമ്മമാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്തിനെന്നറിയോ, എനിക്കൊരു ഹാഫിളായ മകനുണ്ടെങ്കിൽ നാളെ ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അവനുണ്ടാകുമല്ലോ. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയോ, ഞങ്ങൾക്ക് പരിചയമുള്ള ധാരാളം ആലിമീങ്ങൾ, ദീനുമായി ബന്ധമുള്ളവർ മരിച്ചിട്ടുണ്ട്. അവരുടെ 3 മക്കൾ ഹാഫിളീങ്ങളാണ്. പക്ഷെ ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ 3 ഹാഫിളീങ്ങൾക്കും പറ്റിയില്ല. ഉപ്പാക്ക് പോസിറ്റീവായപ്പോ അവർ ക്വാറന്റൈനിലാകേണ്ടി വന്നു. ആരോഗ്യവകുപ്പ് സമ്മതിച്ചില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, 3 മക്കളുണ്ട്, ഹാഫിളീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. എന്നിട്ടും കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പ മരണപ്പെട്ടു പോകുമ്പോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും അവർക്ക് കഴിയാത്ത വിധത്തിൽ കോവിഡ് എന്ന ഒരു രോഗം അവരെ 4 ചുവരുകൾക്കുള്ളിൽ വെക്കുമ്പോ അറിയിച്ചു കൊള്ളുക, അവനവൻ പ്രവർത്തിച്ചതല്ലാതെ ഹാഫിളായ മക്കൾ പോലും ചിലപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്തിന് കിട്ടിയെന്ന് വരില്ല. അതിനും ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതിനും അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ പിന്നെ ഏറ്റവും നല്ല ബുദ്ധിമാനാരാ? ഏറ്റവും നല്ല ബുദ്ധിമാനാരാ? അവൻ ഈ ഭൂമിയിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നവനാണ്. അല്ലാഹു നമ്മുടെ യാത്ര നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ യാത്ര നന്നാക്കി തരട്ടെ. കോവിഡിൽ നമുക്ക് പരിചയമുള്ള എത്രയെത്ര ആളുകൾ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് അവരുടെ മുമ്പിൽ പറയാൻ കഴിഞ്ഞില്ല. മയ്യത്ത് കാണാൻ പോലും കഴിയാതെ നമുക്കൊക്കെ ബന്ധമുള്ള എത്ര ആളുകൾ വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, ഏത് സമയത്ത് വിട പറഞ്ഞു പോയാലും ആ സമയത്തൊക്കെ ഞങ്ങളുടെ യാത്ര നീ മനോഹരമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ അവസാനത്തെ ഒടുക്കത്തെ യാത്ര, 3 വെള്ളത്തുണിയും കെട്ടിപ്പൊതിഞ്ഞുള്ള യാത്ര, അത് ഏറ്റവും നല്ല യാത്രയാക്കണേ അല്ലാ. ഏറ്റവും നല്ല അവസാന യാത്ര നടത്തുന്നവനാരാണ്?
മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയോ അവന്റെ അവസാനത്തെ യാത്ര മനോഹരമായ യാത്രയാണ്. അള്ളാഹു നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരട്ടെ. മനോഹരമായി അവസാന യാത്ര ചെയ്യുന്ന 3-4 ആളുകളുണ്ട്. അതിലൊരാൾ ഏറ്റവും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. ഇനി അയാൾ പറയുന്നത് നമ്മൾ കേട്ടില്ലെങ്കിലും അവന്റെ യാത്ര മനോഹരമാണ്. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ദുആ ചെയ്തോളീൻ. രണ്ടാമത്തെ മനോഹരമായ യാത്ര, ആരെങ്കിലും അൽ മൗതു ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ, വെള്ളിയാഴ്ച രാവിന്റെ രാത്രിയിലോ അല്ലെങ്കിൽ പകലിലോ യാത്ര, അവസാനത്തെ യാത്രയ്ക്ക് സാഹചര്യമുണ്ടാവുക, വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ മരിക്കാൻ ഭാഗ്യം കിട്ടുക, അവൻ മുത്തക്കിയാണെങ്കിൽ അവന്റെ യാത്ര മനോഹരമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മൂന്നാമത്തെ മനോഹരമായ യാത്ര അൽ മൗത്ത് ബിറശിഹിൽ ജബീൻ, മരിക്കുന്ന നേരം നെറ്റിത്തടം വിയർത്തിട്ട് മരിക്കുക. മരിക്കണ സമയത്ത് നെറ്റിത്തടം വിയർത്തു, അവന്റെ യാത്ര മനോഹരമാണ്, അവന്റെ യാത്ര മനോഹരമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാനായ സുബൈദ് ബിൻ യഅ്കൂബ് റളിയല്ലാഹു അൻഹു രോഗത്തിൽ കിടക്കുന്ന തന്റെ സഹോദരനെ കാണാൻ പോയപ്പോ അദ്ദേഹം രോഗാവസ്ഥയിൽ സക്കറാത്തിലാണ്. നോക്കിയപ്പോ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ വരുന്നുണ്ട്. സഹോദരൻ മരണക്കിടക്കയിൽ കിടന്ന് നെറ്റിത്തടം വിയർത്തപ്പോ മഹാനവറുകൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ കൂടപ്പറപ്പ് നെറ്റിത്തടം വിയർത്തിട്ടാണല്ലോ പോകുന്നത്. ഇവന്റെ യാത്ര, അന്ത്യയാത്ര എത്ര മനോഹരമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്കതിനെ തൗഫീക്ക് നൽകട്ടെ. ഈ കൊറോണ പടർന്നു പിടിക്കുന്ന രണ്ടാമതൊരു ജനിതക മാറ്റവും കൂടി വരുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ 2020 വിട പറയുമ്പോ ഈ ന്യൂ ഇയർ പ്രഭാഷണത്തിന് ഒരൊറ്റ വാക്കോടെ അടിയറ വെക്കുന്നു. ഏറ്റവും മനോഹരമായ യാത്ര അൽ മൗതു ബിത്താഗൂൻ, താഗൂൻ വന്നിട്ട് മരിച്ചു പോവുക. പകർച്ചവ്യാധി വന്നൊരാൾ മരിച്ചുപോയാൽ ഫഹുവ ഇൻദല്ലാഹി ഷഹീദ്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഷഹീദാണ്. സഹോദരാ, 3 വെള്ളത്തുണിയില്ലാതെ പ്ലാസ്റ്റിക്കിൽ അടക്കപ്പെടേണ്ട കോവിഡ് ആണെങ്കിലും ആരെങ്കിലും പകർച്ചവ്യാധി വന്നിട്ട് മരിച്ചുപോയാൽ അവൻ അതേവരെ അള്ളാഹിനെ അനുസരിച്ച് ജീവിച്ചവനാണെങ്കിൽ അള്ളാഹുവിന് ഷഹീദിന്റെ പ്രതിഫലം നൽകുമത്രേ. എല്ലാവരും ഓർക്കും, നല്ല 5 നേരം നിസ്കരിച്ച് പള്ളിയിലൊക്കെ വന്ന് നല്ല മുത്തക്കിയായി ജീവിച്ച മനുഷ്യൻ കോവിഡ് വന്ന് മരിച്ചുപോയി. അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ ആരുണ്ടായില്ല. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മൗതു ബിത്താഗൂൻ. താഗൂൻ എന്ന് പറഞ്ഞാൽ ഒരാമായ അർത്ഥമാണ്, പ്ലേഗ്, പകർച്ചവ്യാധി, എന്തുമാവാം. അത് വന്നിട്ട് ഒരു മുത്തക്കയായ മനുഷ്യൻ മരിച്ചാൽ അവന്റെ അന്ത്യയാത്ര മനോഹരമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അടുത്തതുണ്ടൽ മൗതു ബിൽ മബ്തൂനി ബിദാഇൽ മബ്തൂൻ. ആരെങ്കിലും വയറ് സംബന്ധമായ രോഗം വന്ന് മരിച്ചാൽ, വയറ്റിലെ ക്യാൻസർ വന്നാണ് മരിച്ചത്, ആദ്യം രോഗം തുടങ്ങിയത് വയറ്റിലൊരു മുഴയായിട്ടാണ്, അത് ക്യാൻസറായി മാറി, ഒരു മുത്തക്കയാണ്. ആ രീതിയിൽ അവൻ മരിച്ചു പോയാൽ അവന്റെ അവസാന യാത്ര മനോഹരമാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏത് സമയത്ത് മരിച്ചാലും മനോഹരമായി വിട പറയാനും മനോഹരമായി ഈ ലോകത്ത് ജീവിക്കാനും ഈ ഒരു അവസരത്തെ നാം മനസ്സിലാക്കുകയും ആ രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ മാറ്റുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വ്യത്യസ്തത നിറഞ്ഞ ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.